കേരളത്തിലെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ചതുർബാഹുവായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയാണ്. കൂടാതെ ഉപദേവതകളായി ഗണപതി, ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ ശിവനും, ഗോശാലകൃഷ്ണ സങ്കല്പത്തിൽ ശ്രീകൃഷ്ണനും, കൂടാതെ അയ്യപ്പൻ, നാഗദൈവങ്ങൾ, പഞ്ചമി ദേവി, യക്ഷിയമ്മ എന്നിവരും കുടികൊള്ളുന്നു. കേരള പഴനി എന്നും തെക്കൻ പഴനി എന്നും പേരുകേട്ട ഈ ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് ഇത്. പഴയ തിരുവിതാംകൂർ ദേശത്ത് മഹാക്ഷേത്രങ്ങളിൽ മഹാക്ഷേത്രങ്ങളായി അറിയപ്പെട്ടിരുന്ന 7 ക്ഷേത്രങ്ങളിലൊന്നാണ് ഇത്. കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യ വിഗ്രഹം, ശൈവ വൈഷ്ണവ ഭാവങ്ങൾ ഒത്തിണങ്ങിയ പ്രതിഷ്ഠ, കേരളത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ കൊടിമരം, 3 കൊടിയേറ്റുത്സവങ്ങൾ എന്നിങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ളതാണ് ഈ ക്ഷേത്രം. തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മേടം, ചിങ്ങം, ധനു എന്നീ മാസങ്ങളിലായാണ് ഈ ക്ഷേത്രത്തിലെ കൊടിയേറ്റുത്സവങ്ങൾ നടത്തുന്നത്. മേടമാസത്തിൽ വിഷുനാളിൽ കണി കണ്ട് കൊടികയറി 10ാമതേ ദിവസം ആറാട്ടോടുകൂടി സമാപിക്കുന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക, മകരത്തിലെ തൈപ്പൂയം, തുലാമാസത്തിലെ സ്കന്ദഷഷ്ഠി തുടങ്ങിയവയും അതിവിശിഷ്ടമാണ്. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട ഒരു കഥ നിലനിൽക്കുന്നുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് പണ്ട് ഏകചക്രം എന്നായിരുന്നു. അന്നവിടുത്തെ പ്രമാണിമാരുടെ ഉടമസ്ഥാവകാശത്തിൽ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം നിലനിന്നിരുന്നു. തൃക്കോവിൽ ക്ഷേത്രം എന്നായിരുന്നു അതിൻ്റെ പേര്. അതിൻ്റെ സമീപത്തായി ഒരു മഹാക്ഷേത്രം നിർമ്മിച്ച് അവിടെ അയ്യപ്പസ്വാമിയെ പ്രതിഷ്ഠിക്കാൻ പ്രമാണിമാർ തീരുമാനിച്ചു. അവർ അതിവിദഗ്ധരായ പണിക്കാരെ അതിന് നിയോഗിച്ചു. അങ്ങനെ മാസങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിനൊടുവിൽ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായി. ദേവശില്പിയായ വിശ്വകർമാവ് പോലും അമ്പരന്നു പോകും വിധം മനോഹരമായ പഞ്ചപ്രാകാരങ്ങളോടുകൂടിയ ഒരു മഹാക്ഷേത്രം അവിടെ ഉയർന്നു വന്നു. അവിടെ പ്രതിഷ്ഠയ്ക്കുള്ള ദിവസവും നിശ്ചയിക്കപ്പെട്ടു. അങ്ങനെയിരിക്കെ ഒരു ദിവസം എല്ലാ പ്രമാണിമാർക്കും ഒരേ സമയം സ്വപ്ന ദർശനമുണ്ടായി. അവർ നിർമ്മിച്ച മഹാക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു വിഗ്രഹം കായംകുളം കായലിൽ ജലാധിവാസമേറ്റ് കിടപ്പുണ്ടെന്നതായിരുന്നു ദർശനത്തിൽ പ്രത്യക്ഷപ്പെട്ട ദിവ്യൻ്റെ വാക്കുകൾ. പണ്ട് പരശുരാമൻ പൂജിച്ച് ജലാധിവാസം ചെയ്ത ചതുർബാഹു സുബ്രഹ്മണ്യ വിഗ്രഹമാണ് അതെന്നും അത് എടുക്കാൻ ഉടനെ തന്നെ പുറപ്പെടണമെന്നും അത് അന്വേഷിച്ച് അവിടെ ചെല്ലുമ്പോൾ ഒരു സ്ഥലത്ത് നീർച്ചുഴിയും പൂജാപുഷ്പങ്ങളും പ്രത്യക്ഷപ്പെടുമെന്നും അവിടെ ഇറങ്ങിത്തപ്പിയാൽ വിഗ്രഹം കിട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് എല്ലാവരും കൂടി അത്യുത്സാഹത്തോടെ വിഗ്രഹം തപ്പാനായി കായംകുളത്തെത്തി. അവിടെ കായലിൽ നീർച്ചുഴിയും പൂജാപുഷ്പങ്ങളും കണ്ട സ്ഥലത്ത് ഇറങ്ങി തപ്പിയപ്പോൾ അവർക്ക് വിഗ്രഹം കിട്ടി. തുടർന്ന് അവർ അതെടുത്ത് അടുത്തുള്ള നാലുപറക്കടവിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് പായിപ്പാട്ടാറ്റിലൂടെ ഘോഷയാത്രയായി വിഗ്രഹം കുമാരപുരത്തെത്തിച്ചു. ഈ സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കായി ഇന്നും ചിങ്ങമാസത്തിലെ ചതയം നാളിൽ പായിപ്പാട്ടാറ്റിൽ വള്ളംകളി നടത്തി വരുന്നുണ്ട്. തുടർന്ന് പുതിയ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയ വിഗ്രഹം സകല താന്ത്രിക ചടങ്ങുകളോടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു.